ഏ ജനാർദ്ദന, ബുദ്ധിയോഗം രണ്ടാമത് പറഞ്ഞ ആദ്യം പറഞ്ഞ ജ്ഞാനയോഗം, ബുദ്ധിയോഗം കർമ്മണഃ, കർമ്മയോഗത്തെക്കാൾ ജായസി തേ മതാചേത്, അധികം ശ്രേഷ്ഠമാണെന്ന് അങ്ങയ്ക്ക് അഭിമതമാണെങ്കിൽ, അങ്ങയുടെ അഭിപ്രായത്തിൽ കർമ്മയോഗത്തെക്കാൾ ശ്രേഷ്ഠം ജ്ഞാനയോഗമാണെന്നുണ്ടെങ്കിൽ, ഹേ കേശവ, അല്ലയോ കൃഷ്ണ, ഘോരേ തത്കർമ്മണി കിം മാം നിയോജയസി, ഘോരമായ ആ കർമ്മത്തിൽ എന്തിന് എന്നെ പ്രേരിപ്പിക്കുന്നു, എന്നെ നിയോഗിക്കുന്നു? അങ്ങ് എന്നെ കർമ്മത്തിന് നിയോഗിക്കുകയാണ്. കാരണം കർമ്മണി ഏവ തേ അധികാരഃ എന്നോട് പറഞ്ഞു. കർമ്മത്തിന് മാത്രമേ എനിക്ക് അധികാരമുള്ളൂ എന്ന് പറയുമ്പോൾ, ചെയ്യാൻ വേണ്ടിയെങ്കിലും കർമ്മമാണ് ശ്രേഷ്ഠമെന്ന് എന്നോട് പറഞ്ഞു തരേണ്ടതാണ്. പക്ഷെ അങ്ങ് പറയുന്നതോ കർമ്മം അപരമാണെന്നാണ്. കർമ്മം അപരമാണെന്ന് പറയുകയും കർമ്മം തന്നെ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക. വളരെ അടുക്കില ചോദ്യോത്തരങ്ങൾ. അതുകൊണ്ടൊരു നമ്മൾ ഗീത പഠിക്കുന്ന പോലൊന്നും അല്ല പഠിച്ച്. ഒറ്റ പ്രാവശ്യം അർജുനൻ കേട്ടിട്ടുണ്ടാവുള്ളൂ. സമഗ്രമായത് ഓർമ്മയിലുണ്ട്, അനുഭവമായാലും ഇല്ലെങ്കിലും. എന്നാൽ ചോദ്യം അങ്ങനെയാണ്. നമ്മളിത് പഠിപ്പിക്കുമ്പോൾ പോലും, ഞങ്ങൾ പഠിപ്പിക്കുന്നവർ പോലും ഇതിൻ്റെ സമഗ്ര പ്രകൃതം ഓർത്തിരിക്കാറില്ല. അതുകൊണ്ട് ഞങ്ങളുടെ വ്യാഖ്യാനം എടുത്തു വെച്ചാൽ അത് കോൺട്രഡിക്ഷനുകളുടെ ഒരു തീരാക്കളങ്കത്തിലാണ്. ഒന്നിനൊന്ന് കോൺട്രഡിക്ഷനാണ്. പിന്നെ ഞങ്ങൾ രക്ഷപ്പെടുന്ന ഒറ്റ വാക്കിലാണ്, ഞങ്ങളുടെ കോൺട്രഡിക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നും മനസ്സിലായില്ല. അതും മനസ്സിലായില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഇത് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനം അതാണ്. ഓരോ ശ്ലോകവും അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ അതിനു മുമ്പ് സ്ഥാപിച്ച ഒരു അറിവിനെ നിഷേധിക്കുന്നുണ്ടോ? അർജുനൻ അങ്ങനെ ഒരെണ്ണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ചോദ്യം ഉന്നയിക്കുന്നത്. അത് അർജുനന്റെ വാസനയിൽ നിന്ന് മനസ്സിലാക്കിയതിന്റെ കുഴപ്പമാണോ, അതല്ല കൃഷ്ണന്റെ അരുളപ്പാടിന്റെ തെറ്റായിരിക്കുമോ? ഇതാണ് അർജുനൻ അന്വേഷിക്കുന്നത്. ഗീതാശ്ലോകത്തെ ഭഗവാൻ വ്യാഖ്യാനിച്ചു കൊടുത്ത 2-ാം അധ്യായം 47-ാം ശ്ലോകത്തിലും മറ്റും കണ്ട കർമ്മണിയേവതേ അധികാരഃ തുടങ്ങിയ ശബ്ദങ്ങളും 49-ലെ ദുരേണ ഹ്യപരം കർമ്മ തുടങ്ങിയ ശബ്ദങ്ങളും 55 മുതൽ കിടക്കുന്ന സ്ഥിതപ്രജ്ഞ ലക്ഷണവും കർമ്മത്തിലേക്ക് മാനവനെ നയിച്ച് സർവനാശത്തിലേക്കെത്തുന്ന 62ഉം 63ഉം ശ്ലോകങ്ങളും സംഘമാണ് കർമ്മത്തെ ഉണ്ടാക്കുന്നത്. അത് വിനാശകാരിയാണെന്ന് സ്പഷ്ടമായി പറയുകയും ചെയ്തപ്പോൾ അത് തന്നെ ചെയ്യണമെന്ന് എന്നെ എന്തിനാണ് നിർബന്ധിക്കുന്നത്? താൻ അറിയുന്ന കാര്യം ആചാര്യന്റെ മുമ്പിൽ തുറന്നു വെക്കാൻ അർജുനന് മടിയൊന്നുമില്ല. അർജുനൻ ആ തോന്നലൊക്കെ മറച്ചു വെച്ചിട്ട് മനസ്സിലായവനെ പോലെ പെരുമാറുന്നില്ല. സ്പഷ്ടമായി ചോദിക്കുകയാണ്, ഭഗവാനെ എന്നെ എന്തിനാണ് ഇങ്ങനെ കർമ്മത്തിലേക്ക് നയിക്കുന്നത്? ഇതുകൊണ്ട് ഭഗവാന് മനസ്സിലായില്ലെങ്കിൽ ഒരു ശ്ലോകം കൂടെ അർജുനൻ തന്റെ നില വിശദീകരിക്കാൻ പറയുകയാണ്. നോക്കാം.
വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവ മേ തദേകം വദ നിശ്ചിത്യ യേന ശ്രേയോഹമാപ്നുയാം. വ്യാമിശ്രേണ ഇവ വാക്യേന മേ ബുദ്ധി മോഹയസി ഇവ അഹം യേന ശ്രേയഃ ആപ്നുയാം തത് ഏകം നിശ്ചിത്യ വദ. ഇത് രണ്ട് തലങ്ങളിൽ പ്രാധാന്യമുള്ളതാണ്. വ്യാമിശ്രേണ ഇവ വാക്യേന, കൂട്ടിക്കുഴച്ചതുപോലെയുള്ള സംഘർഷാത്മകമായതുപോലെയുള്ള എന്നെ തീരുമാനത്തിലെത്താതിരിക്കുവാൻ കാരണമാകും വിധം എന്റെ ബുദ്ധിയെ മോഹിപ്പിക്കും വിധമുള്ള കൺഫ്യൂസ്ഡ് ഉള്ള വാക്യം കൊണ്ട് എന്റെ ബുദ്ധിയെ മോഹിപ്പിക്കുന്നത് പോലെയായിരിക്കുന്നു അങ്ങയുടെ ഈ കൂട്ടിക്കുഴച്ചതുപോലെയുള്ള വാക്യം എന്റെ ബുദ്ധിയെ മോഹിപ്പിച്ചിരിക്കുന്നു. ഞാൻ എന്തുകൊണ്ട് അഹം യേന ശ്രേയഃ, എന്തുകൊണ്ട് മോക്ഷദായകമായ അവസ്ഥയെ, ശ്രേയസിനെ, പ്രേയസല്ല, പ്രത്യേകം ഓർക്കണം, ശ്രേയസിനെ പ്രാപിക്കുമോ? തത് ഏകം വദ, അത് തന്നെ ഉറപ്പിച്ചു പറഞ്ഞു തന്നാലും. എനിക്ക് ശ്രേയസ്സുണ്ടാകാനുള്ള ഒന്ന് ഏതോ അത്, ഒരുപാടൊന്നും വേണ്ട, അത് മാത്രം ഇങ്ങ് പറഞ്ഞു തന്നാൽ മതി. അർജുനൻ അറിഞ്ഞ് ചോദിച്ചത് ഇത്രയുമാണെന്ന് എടുത്താൽ, അർജുനന്റെ ചോദ്യത്തില് സിദ്ധ പദവിയിലിരിക്കുന്ന വ്യാസൻ കടന്നു വന്നുവോ എന്ന് തോന്നുന്ന ഒരു പ്രയോഗചാതുരിയുണ്ട്. അത് ഗീതയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ചോദ്യകർത്താവായ അർജുനൻ അജ്ഞാനിയാണ്. പക്ഷെ ഈ ചോദ്യത്തിന്റെ പിന്നിലെ ചോദന പൂർണ്ണപ്രജ്ഞന്റെ നിലയിലാണ്. കാരണം അവിടെ ഒരു പദപ്രയോഗം തത് ഏകമുണ്ട്. തത് ഏകം എന്ന് പറയുന്നത് ഏകം തത് ബ്രഹ്മമാണ്. ഏകമായിരിക്കുന്ന പരമ്പൊരുളിൽ മാത്രമേ മനസ്സ് കൂട്ടിക്കുഴയ്ക്കാത്തതുപോലെ ആവുകയുള്ളൂ എന്ന്, അതാണ് ഞാനെന്നറിയുന്നതാണ് ശ്രേയസ്സെന്ന്, അതുമാത്രമാണ് എനിക്കറിയേണ്ടതെന്ന് ലൗകികങ്ങളായ വാക്യങ്ങൾ ഉൾക്കൊള്ളുന്ന ജീവിത ദർശനങ്ങളൊന്നും എനിക്കിനി വേണ്ടെന്ന് ഒരു ചേതന ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അതാണ് 3-ാം അധ്യായത്തെ ആദരവുള്ളതാക്കി തീർക്കുന്നത്. ഈ ചോദ്യത്തിന്റെ കർത്താവ് അർജുനനോ വ്യാസനോ എന്ന് തിരിച്ചറിയാനാവാത്ത, മനസ്സിലായില്ല, ഇതുവരെ അർജുനനോട് നീതി പുലർത്തിയാണ് വ്യാസൻ അർജുന ഉവാചകളെല്ലാം കൊണ്ടുപോയതെങ്കിൽ
മനഃപൂർവമോ മറവിയാലോ വ്യാസമനസ് അർജുന ശബ്ദത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് ഇവിടെ കാണാം. ഇവിടെയാണ് ഭഗവത്ഗീത കർമ്മയോഗമെന്ന പേരിൽ അവതരിപ്പിച്ചിരിക്കുന്നത് നാം കാട്ടിക്കൂട്ടുന്ന കർമ്മങ്ങളല്ല എന്ന് പറയാവുന്ന നിദർശനവും. ചോദ്യം ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും. ഒന്നാം ഭാഗത്തിൽ രണ്ടാം അധ്യായത്തിൽ ഭഗവാൻ വിഭജിച്ച വിഭജനം 39-ാം ശ്ലോകത്തിൽ. ശ്ലോകം തലച്ചോറിൽ വേണം. തേ അഭിഹിത സാഖ്യേ ബുദ്ധിർയോഗേ ത്വിമാം ശൃണു. ഇപ്പൊ രണ്ടെണ്ണം ഉണ്ടെന്ന് ഭഗവാനാ വിഭജിച്ചത്, അർജുനനല്ല. അതിൽ ശ്രേഷ്ഠമായിരിക്കുന്നത് സാഖ്യമായ ബുദ്ധിയാണെന്നും ഭഗവാന്റെയാണ് അരുളപ്പാട്. ഭഗവാൻ പറഞ്ഞു അങ്ങനെയാ വന്നേ. കർമ്മമാകട്ടെ അവരമാണെന്ന് ഭഗവാൻ സ്പഷ്ടമായി പറഞ്ഞു. അതുകൊണ്ടാണ് ശ്രേഷ്ഠമാണെന്ന് അറിഞ്ഞത്. അല്ല, രണ്ടും താരതമ്യം ചെയ്ത് അവരമാണെന്ന് പറഞ്ഞില്ല. ദൂരേണ അവരം കർമ്മ ഹി, അതാണ് പ്രശ്നം. കർമ്മ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ കർമ്മത്തെ പറഞ്ഞ് തള്ളാമായിരുന്നു. സർവശാസ്ത്ര പ്രസിദ്ധിദ്യോതകമായ ഹി ശബ്ദം പ്രയോഗിച്ചിട്ടുണ്ട്. സാഖ്യവും യോഗവും മീമാംസയും പൂർവമീമാംസയും ഉത്തരമീമാംസയും ആകുന്ന ശാസ്ത്ര സങ്കേതങ്ങളിലൂടെ എല്ലാം അപഗ്രഥിച്ച് കടന്നു ചെന്നാലും 6 ശാസ്ത്രങ്ങളിലൂടെയും 2 ഇതിഹാസങ്ങളിലൂടെയും 18 പുരാണങ്ങളിലൂടെയും 4 വേദങ്ങളിലൂടെയും നീ പഠിച്ച് പൂർണ്ണതയിലെത്തിയാലും ഇവയൊക്കെയാ ശാസ്ത്രം. ശ്രുതികൾ, സ്മൃതികൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, ശാസ്ത്രങ്ങൾ, ഇവയിലൂടെ ഒക്കെ നീ പഠിച്ചു നോക്കിയാലും കർമ്മം അവരമാണ് അർജുന എന്ന് ഹീ ശബ്ദം. ഒരു ശാസ്ത്രത്തിന്റെ പോലും പിൻബലമില്ലാത്ത കർമ്മത്തെ തന്നെ ചെയ്യാൻ എന്നെ നിയോഗിക്കുക, അതും കർമ്മത്തിൽ ഘോരകർമ്മമായ യുദ്ധത്തെ. ലോകത്തിൽ ഏതൊരു മനുഷ്യന്റെ ദൃഷ്ടികോണത്തിൽ നിന്ന് നോക്കിയാലും യുദ്ധം ഘോരകർമ്മമാണ്. അത് അന്ധകരണത്തെ ശുദ്ധമാക്കുമെന്ന് വിചാരിക്കാൻ സാധ്യതയില്ല. കാരണം യുദ്ധങ്ങൾ പ്രാരബ്ധാനുഗായികളല്ല, പുരുഷാർത്ഥരൂപികളാണ്. എന്റെ അഹന്തയില്ലാതെ, എന്റെ മമതയില്ലാതെ യുദ്ധങ്ങൾ ആവിർഭവിക്കുന്നില്ല. യുദ്ധങ്ങൾ മമതയുടെ പ്രകാരഭേദങ്ങളാണ്. സംഗാൽ സഞ്ജായതേ കാമ, കാമാൽ ക്രോധോഭിജായതേ, ക്രോധാൽ ഭവതി സമ്മോഹ, സമ്മോഹാൽ സ്മൃതിവിഭ്രമ, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശ, ബുദ്ധിനാശാത് പ്രണശ്യതി. ആ കോടികളെല്ലാം ആദ്യത്തെ ധനാത്മക കോടികളും
രണ്ടാമത്തെ ഋണാത്മക കോടികളും ആദ്യം ഉണ്ടാവുകയാണ്, നേടുകയാണ്. നേടുന്നത് കൊണ്ടാ താല്പര്യം. എന്തൊക്കെ നേടും? വിഷയധ്യാനം. നേട്ടം എന്താണ്? സംഘം. സംഘത്തിൽ നിന്ന് നേട്ടം എന്താണ്? കാമം. കാമം വരെ നേട്ടമാണ്. അത് പ്രതിഹതമാകുന്നിടത്ത് പിന്നെ നഷ്ടമാണ്. ക്രോധം. ആ കോപവും നേട്ടത്തിന്റെ പട്ടികയിൽപ്പെടുത്താം. കാരണം കോപം കിട്ടുകയാണ്. സമ്മോഹം, വിവേകനാശം അവിടെ നഷ്ടപ്പെടുകയാണ്. സ്മൃതി വിഭ്രമം, സ്മൃതി നഷ്ടപ്പെടുകയാണ്. ബുദ്ധി നശിക്കുകയാണ്, നാശമാണ്. പ്രണാശം, എല്ലാം നശിക്കുകയാണ്. ഈ 4 നേട്ടത്തിനോടിയാണ് എല്ലാം നശിക്കുന്നതിലേക്ക് നമ്മൾ എത്തിയത്. ഇതിനകത്തെ നേട്ടം ഭാവനാപരം മാത്രമാണ്. ആനന്ദപരമല്ല, വസ്തുപരവുമല്ല, പദാർത്ഥപരമല്ല, ആനന്ദപരമല്ല, ഭൗതികമല്ല, ആത്മീയമല്ല, സദസത് വിലക്ഷണമായ അവിദ്യാപരമാണ്. കിട്ടിയോ? വിഷയത്തെ ധ്യാനിച്ചുണ്ടാക്കിയതാണ്. വിഷയം ഇല്ലാത്തതാണ്. സത്തെന്നോ അസത്തെന്നോ പറയാൻ പറ്റാത്ത അസത് വിലക്ഷണമായ മായയുടെ ലോകമാണ്. അവിടെ അതിനെ സങ്കല്പിച്ച് സംഘം ഭാവനാപരമായി ഉളവാകുകയാണ്. കാമം ഭാവനാപരമായി ഉളവാകുകയാണ്. കാമം നടക്കാതാകുമ്പോൾ ക്രോധം ഉളവാകുകയാണ്. ഈ 4 കോടികൾ ധനാത്മക കോടികളാണ് അതിൻ്റെ തലത്തിൽ. അവ ഇനി അങ്ങോട്ട് നമ്മുടെ സ്വത്വം നശിപ്പിക്കുകയാണ്. നമ്മുടെ കയ്യിലുള്ള സമ്പാദ്യം മുഴുവൻ കളഞ്ഞു കുളിക്കുകയാണ്. നാം ഇതപര്യന്തം നേടിവെച്ച വിവേകം അതിനെ കളഞ്ഞു. വിവേകനാശം, മോഹം. ആ മോഹത്തിൽ നിന്ന് വിവേകം നശിച്ചാൽ സ്മൃതി വിഭ്രമം, സ്മൃതി ഭ്രംശിച്ചാൽ ബുദ്ധിനാശം, ബുദ്ധി നശിച്ച് സർവനാശം. ഇത്രയാകെ ഇതവിടെ പറഞ്ഞിട്ടുണ്ട് സ്പഷ്ടമായി. വിഷയത്തെ ധ്യാനിക്കാതെ പുരുഷാർത്ഥകർമ്മങ്ങളില്ല. പ്രാരബ്ധം നിവർത്തിയില്ല, പൂർവ്വ ശരീരത്തിലെയാണ്. അതിപ്പോ ചുമന്നേ പറ്റൂ. എല്ലാ പുരുഷാർത്ഥങ്ങളും അഹംബുദ്ധിയോട് ചേർന്നതും ആണ്. ഇങ്ങനെയാണെങ്കിൽ ഘോരമായ യുദ്ധകർമ്മത്തെ സംഘവും കാമവും ക്രോധവും മോഹവും ബുദ്ധിനാശവും സർവനാശവും സംഭാവന ചെയ്യുന്ന ഇനിയും ജന്മജന്മാന്തരങ്ങൾക്ക് വഴിമരുന്നിടുന്ന യുദ്ധമെന്ന ഘോരകർമ്മത്തിലേക്ക് കർമ്മം അവരമാണെന്ന് പറയുന്ന അങ്ങ് തന്നെ എന്നെ എന്തിനു നയിക്കുന്നു? ഒന്നാം ഭാഗം. അങ്ങയുടെ വാക്കുകൾ എന്റെ ബുദ്ധിയെ മോഹിപ്പിക്കുന്നത് പോലെയായിരിക്കുന്നു. എന്റെ ബുദ്ധിയെ മോഹിപ്പിക്കുന്നത് പോലെ അങ്ങ് വാക്കു പറയുമ്പോഴും ഏതൊന്ന് എനിക്ക് ശ്രേയസ് തരുമോ അത് മാത്രം നിശ്ചയിച്ചുറച്ചെനിക്ക് പറഞ്ഞു തന്നാലും എന്ന അർജുനപക്ഷം. പക്ഷെ അർജുനപക്ഷത്തിന്
പൂർണ്ണമായി ചേരാത്ത ഒരു പദപ്രയോഗ ചാതുരി ഈ ചോദ്യത്തിലുണ്ട്. ഒരജ്ഞാനിയുടേതല്ലാത്ത ഒരു പൂർണ്ണപ്രജ്ഞന്റെ അന്തരംഗം ഈ ചോദ്യത്തിലെ തത് ഏകം എന്ന ശബ്ദത്തിലുണ്ട്. ഏകം വദ എന്നതും വ്യാമിശ്രേണ വാക്യേന എന്നതും കൂട്ടിക്കുഴച്ചതുപോലുള്ള വാക്യം കൊണ്ട്, അവിടെ വാക്കുകളാണ് വാക്യം. വാക്കുകൾ എന്ന് പറയുമ്പോൾ തന്നെ കൂട്ടിക്കുഴയും. ഏകമായ വാക്ക് വേറൊന്നില്ലാത്തത് കൊണ്ട് കൂട്ടിക്കുഴയില്ല. ഏകമായ വാക്കിന്റെ വ്യാഖ്യാനങ്ങൾ വാക്യങ്ങളാണ്, കുഴയാൻ തുടങ്ങും. അതുകൊണ്ടാണ് അന്ധഃകരണം ശുദ്ധമായി അദൃഷ്ട പ്രതിബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ട് ആദേശത്തെ സ്വീകരിക്കാൻ സുസജ്ജമായി സത്യത്തെ അന്വേഷിച്ച് അത് എവിടെയുണ്ട് എന്ന് തോന്നി എത്തുന്ന ശിഷ്യന് ഗുരു നിശബ്ദതയെ വെല്ലുമാറ് അന്തരംഗത്തിൽ നിന്ന് അന്തരംഗത്തിലേക്ക് എന്ന ഭേദമില്ലാതൊഴുക്കുമ്പോൾ ആനന്ദാനുഭൂതി ഉണ്ടാകുന്നു എന്ന സമ്പ്രസാദ വിദ്യ പ്രാധാന്യേന വർത്തിച്ചിരുന്നത്. ഇന്നിതൊക്കെ ഒരു സിലബസ് പഠനത്തിന്റെ ഭാഗമായി. ഇനിയും ഇതൊന്നും പോരാത്തതുകൊണ്ട് ഇനിയും ഞങ്ങൾ സ്വാമിമാര് ഗീത ഇപ്പോഴും കുറെ ആളുകളുടെ ബന്ധനത്തിലാണ്. അതിനെ ഇനിയും യാതൊരു നിയമവുമില്ലാതെ എല്ലാവർക്കും കൊടുക്കാൻ ഞങ്ങൾ ഓടാൻ പോവാണ്. വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഗീതയും ഒക്കെ എല്ലാവർക്കും കൊടുക്കാൻ ഒരുങ്ങിയത് കൊണ്ടൊന്നും എല്ലാവരും പഠിക്കില്ല. കപ്പയുടെയും ചക്കയുടെയും കണക്കൊക്കെ പഠിക്കാൻ എളുപ്പമാണ്. കാരണം അത് പഠിക്കാൻ വാസന മതി. മനസ്സിലായില്ല? അത് പഠിക്കാൻ ആകെ വേണ്ടത് വാസനയാണ്. അത് നമ്മുടെ കയ്യിൽ സ്റ്റോക്കുണ്ട്. സ്റ്റോക്കുള്ള സാധനം വെച്ച് പഠിക്കേണ്ടതിന് പകരം സ്റ്റോക്ക് ഇല്ലാത്തത് പഠിക്കാൻ പോവുക എന്ന് പറയുന്നത് വളരെ അപകടകരമാണ്. സാർവജനീനമായി ജനങ്ങൾക്ക് പഠിക്കാവുന്ന ഒരു സാധനമല്ല സനാതന ധർമ്മത്തിന്റെ ഗ്രന്ഥങ്ങളൊന്നും. അതങ്ങനെ പഠിപ്പിക്കാവുന്നതല്ല. അത് പഠിപ്പിച്ചില്ലെങ്കിലും രൂപാന്തരപ്പെട്ടു വരുന്നുണ്ട് വാസന പോകുമ്പോ. ഇതൊക്കെ പഠിപ്പിക്കാൻ ആളില്ലാതായി. അതിലൊന്നും വേദനിക്കേണ്ട കാര്യമില്ല. കുറച്ചുപേരെ പഠിപ്പിക്കുന്നതിനിടയിൽ ചില ആചാര്യന്മാരോട് അവിടെ ചെല്ലുന്ന ഗൃഹസ്ഥന്മാർ ചോദിക്കും. ഗൃഹസ്ഥന്മാരാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. വടക്കേ ഇന്ത്യയിലൊക്കെ ഈ വലിയ വലിയ ആചാര്യന്മാർ നല്ല നിലയിൽ ഇതൊക്കെ പഠിപ്പിച്ച് ശിഷ്യന്മാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരും ഈ ഗൃഹസ്ഥന്മാരോട് ഒന്നിച്ചായിരിക്കുന്നത്. അപ്പൊ ഈ ഗൃഹസ്ഥന്മാരും അവരും തമ്മിലുള്ള ഇടപാടിലറിയ ഈ ഇരിക്കുന്നവനൊന്നും ഇത് പഠിക്കുകയല്ല ചെയ്യുന്നത്. ഇയാളെ മസ്കി അടിച്ചുള്ള കുഴപ്പത്തിലെത്തുകയാണെന്നുള്ള വിവരം അറിയാം. കാരണം ഇവർ രണ്ടുപേരും തമ്മിലൊരു കൂട്ടുകെട്ടുണ്ട്, ഒരു ബന്ധം. ഈ ഗൃഹസ്ഥനും ഈ പഠിക്കുന്ന വിദ്യാർത്ഥികളും തമ്മിൽ. അതുകൊണ്ട് ഇവർ മാറിയിരുന്ന് പറയാം അവൻ ശരിയാകുകയില്ല. ഇവരും പറയും സ്വാമിയാരി ഗൃഹസ്ഥന്മാരെയൊക്കെ ഇങ്ങനെ തളമ്പി നിർത്തിയിരിക്കുകയാണ്. കാരണം ഇവന്മാരൊക്കെ കൊനഷ്ടുകളാണ്. ഇവർ തമ്മിൽ അങ്ങനെയാ പറയാം രണ്ടു കൂട്ടരും. വളരെ രസമാണ്. ബ്രഹ്മചാരിക്ക് ഗൃഹസ്ഥന്മാരെ തീരെ ഇഷ്ടപ്പെടുകയില്ല, ബ്രഹ്മചാരികൾക്ക് ഗൃഹസ്ഥന്മാരെ ഇഷ്ടപ്പെടുകയില്ല, ഗൃഹസ്ഥന്മാർക്ക് ബ്രഹ്മചാരികളെ ഇഷ്ടപ്പെടുകയില്ല. ഇങ്ങനെ ഈ അസൂയയും കുശുമ്പും ഇങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ വർദ്ധിച്ചു വരിക വാസനമാണ്. അപ്പോൾ അതിനിടയിൽ ഇത് അടുത്ത് ഒരാൾ വേണ്ടേ?
ഗൃഹസ്ഥന്മാരും ബ്രഹ്മചാരികളും ചെന്ന് ചോദിക്കും. കാരണം അവനവൻ ഇതിന് പോരാന്നാണ് ആദ്യം തന്നെ തീരുമാനം. ഉദാഹരണം ചോദിക്കും, അങ്ങയ്ക്ക് ശേഷം ഒരാൾ വേണ്ടേ? അപ്പൊ ഈ ചില ആചാര്യന്മാർ വളരെ മിടുക്കാണ്. അവർ ചോദിക്കും, എനിക്ക് ശേഷവും ഞാനേ ഉള്ളൂ. അശേഷ ശേഷോ ജഗദാതിശേഷ. ഭാഗവതം ഒരൊറ്റ അടിയാണ്. ഇവൻ അർത്ഥം മനസ്സിലാവില്ല. കാരണം എനിക്ക് ശേഷം ഞാൻ തന്നെയേ ഉള്ളൂ. ഈ അറിവ് ആയിത്തീരുന്നവനെ ഇത് പഠിപ്പിക്കാൻ പറ്റുള്ളൂ എന്നവർ പറയും. അതുകൊണ്ട് അവരാ ഒരൊറ്റ അടി അടിക്കുന്നത്. ഈ വാസന മുഴുവൻ കത്തിത്തീർന്ന് കഴിഞ്ഞ് ശേഷിക്കുന്നത് അത് ശേഷൻ, ആദിശേഷൻ. മനസ്സിലായില്ല? ജ്ഞാനാഗ്നിയിൽ പ്രപഞ്ചം കത്തിക്കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്നത് ആദിശേഷൻ, അതിന്റെ പൊക്കത്തിൽ കിടക്കുന്നവൻ. മനസ്സിലായില്ല? രണ്ട് കിടപ്പാണ്. അതുകൊണ്ടാണ് രണ്ടുപേരും ശത്രുക്കളായത്. ഭാഗവതം എടുത്ത രണ്ട് കിടപ്പുണ്ട്. ഒരുത്തൻ കിടക്കുന്നത് ആദിശേഷന്റെ പൊക്കത്തിലാണ്. കേട്ടിട്ടില്ല? ആദിയിൽ തന്നെ ശേഷിച്ചത്. മനസ്സിലായില്ല? ജ്ഞാനാഗ്നിയിൽ പ്രപഞ്ചം ദഹിച്ചാൽ പിന്നെ എന്ത് ശേഷിക്കും? ഭസ്മമായി പ്രപഞ്ചം. പിന്നെ വിഷയങ്ങളൊന്നുമില്ല, ഒന്നുമില്ല. അതിൽ ശയിക്കുന്നവൻ, മായയാകുന്ന സ്വർണമെത്തയിൽ കിടക്കുന്നവൻ ഹിരണ്യകശിപു. ഹിരണ്യം സ്വർണം, മായ. മായാമെത്തയിൽ കിടക്കുന്നവൻ, പ്രപഞ്ചം ഉണ്ടാക്കുന്നവൻ. രണ്ടുപേരും തമ്മിൽ യോജിക്കുവോ? രണ്ടും രണ്ട് തലമാണ്. ഇതുപോലെ എല്ലാം ശേഷിക്കുമ്പോൾ, എല്ലാം കത്തിത്തീർന്നു കഴിഞ്ഞ് ജ്ഞാനം മാത്രമായി ശേഷിക്കുന്നതിൽ നിന്ന് ഉണ്ടാകുന്ന ഏകം എന്ന തദാകാരമായ ശബ്ദം ഇതിൽ വന്നിരിക്കുന്നു. ഇത് അർജുന ശബ്ദമായാൽ അർജുന ജിജ്ഞാസയുടെ അതിർത്തികൾ മഹാഭാരത യുദ്ധത്തിന്റെ അന്തരേളത്തിലേക്കാവില്ല. യുദ്ധവും യുദ്ധം ചെയ്യാനുള്ള കഴിവും അർജുനന് നേടാൻ ഈ ശാസ്ത്രമൊന്നും വേണ്ട. കൃഷ്ണൻ ചെന്ന് കൃഷ്ണയെ വിളിച്ചുകൊണ്ടെന്നൊന്ന് കാണിച്ചാൽ മതി. അതിനു പകരം സുഖേ ദുഃഖേ ലാഭാലാഭവും എന്നൊക്കെ പറഞ്ഞ് നെടുങ്കൻ ശാസ്ത്രമൊന്നും ഉപദേശിക്കണ്ട. യുദ്ധം ചെയ്യാൻ ഇവൻ എടുക്കാത്ത ആയുധം എടുക്കാൻ ഒറ്റ വഴിയാണ് എളുപ്പം. അവന്റെ അജ്ഞാനത്തിന് കട്ടികൂട്ടുക. ഞങ്ങൾ ആശ്രമങ്ങളിൽ ഇരിക്കുന്നവർ പോലും അവിടെ പഠിപ്പിക്കുന്ന പിള്ളേരെയും പഠിച്ചുകൊണ്ടിരിക്കുന്നവരെയൊന്നും വിളിച്ചിട്ടല്ല എവിടെയെങ്കിലും പോയി ഒരുത്തന് രണ്ടെണ്ണം കൊടുക്കണമെങ്കിൽ കൊടുപ്പിക്കുന്നത്. അതിലെ ഏറ്റവും വിവരം കെട്ടവനെ വിളിച്ചിട്ടാണ്. വിവരമുള്ളവനെ വിളിച്ചാൽ ചിലപ്പോൾ അവൻ പത്രസമ്മേളനം നടത്തും. സ്വാമി ഈ വേദാന്തമൊക്കെ പറഞ്ഞിട്ട് തല്ലാൻ എന്നെ അയച്ചു. അതുകൊണ്ട് ഞങ്ങൾക്ക് നന്നായി അറിയാം, അതിൽ ഏറ്റവും വിവരമില്ലാത്തവനെ വിളിച്ച് അവൻ ഇഷ്ടപ്പെടുന്ന ഒരു സാധനം അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് കണ്ണടച്ച് കൊടുത്തിട്ട് വന്നോളാൻ പറഞ്ഞാൽ അവൻ പോയി 4 കൊടുത്തിട്ട് വരും. സ്വത്തും സ്ഥലമൊക്കെ സംരക്ഷിക്കാൻ ഉള്ളതല്ല വേദാന്തം. അതൊക്കെ താൽക്കാലികമാണ്. ഞാനെന്ന ഈ ജീവനും എനിക്ക് ചുറ്റുമുള്ള ഈ ശരീരവും എൻ്റേതെന്ന് പറയുന്ന ഈ വീടും കുടിയും അല്ലെങ്കിൽ ആശ്രമവും ഈ ശ്രമവും എല്ലാം അതൊക്കെ ഞാനുള്ളിടത്തോളം ഒരു താൽക്കാലിക സംഭവമാണ്.
അത് അതുവരെയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ നിലനിൽക്കണം, അതിൽ നിന്നൊരറ്റം പോകരുത്, അതിലെന്റെ ആ പ്രൗഢിയൊന്നും കുറയരുത്, എന്നെ ഒരുതൻ തെറി പറഞ്ഞുകൂടാ, ഞാൻ ഇരിക്കുന്നിടത്തോളം കാലം എന്നൊക്കെ നിർബന്ധം വന്നാൽ അതിനിപ്പോൾ 2 അടി കൊടുക്കണമെങ്കിൽ അതിന് അജ്ഞാനമാകണ്ടേ. എനിക്ക് അജ്ഞാനം ഉണ്ടെങ്കിൽ ഉടനെ അടിക്കാം. എനിക്ക് അജ്ഞാനമുണ്ട് പക്ഷെ ഇല്ലെന്ന് ജനം വിശ്വസിക്കുന്നു എന്ന് വന്നാൽ മനസ്സിലായില്ല. എനിക്ക് അജ്ഞാനമുണ്ട് പക്ഷെ അജ്ഞാനം എനിക്ക് ഉണ്ടെങ്കിലും നേരിട്ട് പോയി അടിക്കാൻ വയ്യ. കാരണം സ്വാമി നിർമ്മലാനന്ദഗിരി ഒരു ഗുണ്ടയെപ്പോലെ ചെന്ന് ഗോപാലനെ തല്ലിയെന്ന് നാളത്തെ പത്രത്തിൽ വന്നാൽ നിങ്ങളൊക്കെ മറ്റന്നാൾ മുതൽ കേൾക്കാൻ വരുമോ? ദക്ഷിണ വരുമോ? മനസ്സിലായില്ല. പക്ഷെ ഗോപാലനെ തല്ലാതിരിക്കാൻ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നുമില്ല. അപ്പൊ ഞാൻ എൻ്റെ കൂട്ടത്തിൽ, നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഈ ഒരുപാട് തരം ശിഷ്യന്മാരുണ്ടല്ലോ. അതിൽ ഇതൊക്കെ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്ത് പഠിക്കുന്ന ശിഷ്യനുണ്ടാവും, ഇതൊക്കെ വളരെ കാര്യമായി പഠിക്കുന്ന വിശ്വാസിയായ ശിഷ്യനുണ്ടായിരിക്കും. അപ്പോൾ അവരെയൊക്കെ വിളിച്ചാൽ അവരുടെ ചിലവൻ്റെ വിശ്വാസം തകർന്നു പോകും. ക്രിട്ടിസൈസ് ചെയ്ത് പഠിക്കുന്നവനാണെങ്കിൽ അവനൊരു തുരുമ്പ് കിട്ടും. ഞാൻ അന്നേ പറഞ്ഞില്ലേ, ഇയാളുടെ ക്ലാസ്സിനിടയിലെല്ലാം ഒരു കള്ളൻ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അന്നേ എനിക്കറിയായിരുന്നു. അപ്പോൾ ഇവരൊക്കെ പത്രസമ്മേളനം വിളിക്കാതിരിക്കണം. അതിനൊക്കെയുള്ള ബുദ്ധി ലൗകികമായി വേണ്ടതാണ്, അതിനൊന്നും ആത്മീയമായ ബുദ്ധി വേണ്ട. അപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് ഒരുത്തനെ അത്യാവശ്യം കട്ടൻ കാപ്പിയൊക്കെ വാങ്ങിച്ചു തരുന്ന, ബീഡിയൊക്കെ ആരും കാണാതെ വാങ്ങിച്ചു കൊണ്ട തരുന്ന, വാസനയ്ക്കനുസരിച്ച് നമ്മുടെ മുറിയിൽ ബീഡിയൊക്കെ കൊണ്ടുവച്ച് കട്ടൻ കാപ്പിയൊക്കെ കൊണ്ടുവച്ച് ആരും കാണാതെ, ആരുമില്ല ഇപ്പൊ കുടിച്ചോ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഇവൻ പിണങ്ങാതെ സൂക്ഷിക്കണം അവസാനം വരെ. അതാണ് വലിയ പാട്. ഇവൻ എന്നെങ്കിലും ഒന്ന് പിണങ്ങും. അന്ന് ഇവൻ വിളിക്കുന്ന ഒരു പത്രസമ്മേളനം. പക്ഷെ അപ്പൊ ഇവനേക്കാൾ കൂടിയവനന്ന് അകത്തുണ്ടെങ്കിൽ ഇവൻ ഏതെങ്കിലും വെള്ളത്തിൽ പൊങ്ങും. ഭക്തന്മാരെല്ലാം കൂടി പറയുകയും ചെയ്യും, കണ്ടോ നിന്ദിച്ചതാണ്, കടലെടുത്തു. ഒരു സംശയമില്ല, ജീവിതത്തിന് അത്രയൊക്കെ അർത്ഥമുള്ളൂ. ഇതാണ് ഞങ്ങളൊക്കെ കളിക്കുന്ന കളി. പിന്നെ ഈ ലോകം എങ്ങനെയാണ് ഇത് കൂടുതൽ നന്നാവുമെന്ന് പ്രതീക്ഷിക്കുക? ലോകത്തിന് അങ്ങനെ പറ്റും. വാസനയുടെ ലോകം മുഴുവൻ ഇങ്ങനെ മാത്രം, എൻ്റെ ആയാലും നിങ്ങളുടെ ആയാലും. ഇതിൽ നിന്ന് വേറിട്ട് കാണണം എന്ന് ഞാനോ നിങ്ങളോ വിചാരിക്കുന്നതാണ് അജ്ഞാനം. ഈ അജ്ഞാനം സഹിക്കാം, മറ്റത് കുറെ കൂടെ കൂടുതലാണ്. അജ്ഞാനിയല്ലാതെ പെരുമാറണമെന്ന് അജ്ഞാനത്തിൽ ഇരുന്നു കൊണ്ട് ആഗ്രഹിക്കുന്നതിനേക്കാൾ കടുപ്പിച്ച് അജ്ഞാനം വേറെ ഇല്ല. പിടിയിട്ടില്ല. അജ്ഞാനിയായ ഞാൻ വിജ്ഞനെ പോലെ പെരുമാറുമ്പോൾ അജ്ഞാനിയായ എന്നിൽ നിന്ന് അജ്ഞാനിയുടേതായ ചെയ്തി ഉണ്ടാകരുതെന്ന് അജ്ഞാനത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കടുപ്പിച്ച് അജ്ഞാനം വേറെയില്ല. ഫോളോ ചെയ്തില്ല. അതുകൊണ്ട് ഇതൊരു അജ്ഞാനത്തിന്റെ കൂട്ടുകെട്ടാണ്. ഇതിനകത്തുനിന്ന് ഈ ജീവനെ വറത്തുകുത്തിയെടുത്ത് പുറത്തു ചാടാൻ പണിയാണ്. അത് നല്ലപോലെ പണിപ്പെടണം. വാസനയൊക്കെ പോണം. വാസനയുടെ ആന്തോളനം വന്നാൽ ഇതുണ്ടാവും. അപ്പൊ അത് തിരിച്ചറിയാൻ ഭഗവാനൊന്നും ആവശ്യമില്ല. യുദ്ധക്കളത്തിലെ ഏറ്റുമുട്ടാൻ തകർത്ത അജ്ഞാനമേ വേണ്ടൂ. അത് പാഞ്ചാലി അഴിച്ചിട്ട മുടിയായി ഒന്ന് നോക്കിയാൽ മതി. അർജുനനിലെ ഭർത്താവ്, അർജുനനിലെ കാമുകൻ, അർജുനനിലെ പാഞ്ചാലിയെ സ്നേഹിക്കുന്നവൻ ഉണർന്നു വരികയും എന്റെ ഭാര്യയോട് അത് ചെയ്തവർ എന്ന ബോധമുണ്ടാവുകയും അവന്റെ രക്തത്തിനായി ദാഹിക്കുകയും ചെയ്യുന്ന ഒരു നിമിഷം ഈ ശാസ്ത്രവും ജ്ഞാനവും ഒക്കെ മറക്കുകയും എടുക്കട എന്ന് പറഞ്ഞ് ഗാന്ധീവം എടുക്കുകയും ഉയർത്തുകയും പോരാ കൃഷ്ണ എന്ന് പറഞ്ഞ് തള്ളി പുറത്താക്കുകയും നേരെ പോയി അടിക്കുകയും സിമ്പിളായിട്ട് ചെയ്യും. അതിന് കൃഷ്ണനൊന്നും വേണ്ട. അർജുനെ യുദ്ധം ചെയ്യിപ്പിക്കാൻ ഈ നാട്ടുകാരെല്ലാം കൂടെ കൃഷ്ണനെയും ഗീതയൊന്നും വലിച്ചടയ്ക്കണ്ട. സിമ്പിളായിട്ട് പാഞ്ചാലിയുടെ അഴിഞ്ഞ മുടി മതി. അല്ല, ഒരു ഗീതയും വേണ്ട, ഒരു ശ്ലോകവും വേണ്ട. മനസ്സിലായില്ലേ? ഇത് പിടിയിട്ടില്ല. ഈ സുപ്രസിദ്ധമായ ആയുധം കൃഷ്ണയുടെ കയ്യിൽ ഇരിക്കുമ്പോ
ആയുധത്തിന്റെ വലിപ്പമറിഞ്ഞ് അതിലല്ല മാനവ ചേതനയെന്ന് അവളെ കൂടെ പഠിപ്പിക്കാൻ ദൂത് പറയാൻ പോയ കൃഷ്ണന് അർജുനനെ ഉത്ബുദ്ധനാക്കാൻ, യുദ്ധത്തിൽ ഉത്ബുദ്ധനാക്കാൻ ആ മായാമാധവന് ഗീത ആവശ്യമില്ല. അർജുനനെ ആ തേരിൽ നിറക്കിക്കൊണ്ടുപോയി വസ്ത്രാക്ഷേപവും മുടിക്ക് പിടിക്കലും ഒക്കെ നടന്ന ചരിത്ര സാപേക്ഷ്യങ്ങളിലൂടെ ഒന്ന് നടത്തിയാൽ മതി. വീര്യം ജ്വലിച്ച അർജുനൻ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഭീഷ്മദ്രോണാദികൾ ഉൾപ്പെടെ മുഴുവൻ പേരുടെയും ശവത്തിനു മുകളിൽ നിന്ന് താണ്ഡവം നടത്തുമായിരുന്നു. മനസ്സിലായില്ല? അതിനൊരു ഒരുങ്ങി ഇറങ്ങിത്തിരിക്കാതെ മാനവചേതനയെ പ്രകമ്പനം കൊള്ളിക്കുന്ന സനാതന സത്യത്തിന്റെ ഉജ്ജ്വലഭൂമിയിലൂടെ വാസുദേവൻ അർജുനനെ കൂട്ടിക്കൊണ്ടുപോവുകയും തദ്വാര ജനതയെ ഒരു ദർശനത്തിന്റെ സാപേക്ഷ്യത്തിലൂടെ സനാതന സത്യത്തെ കരതലാമലകം പോലെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. എങ്കിൽ അതിന്റെ അർത്ഥവും അർദ്ധാന്തരന്യാസവും യുദ്ധത്തിനല്ല. യുദ്ധം ഒരു പ്രഹേളികയായി മാറുന്ന, കൂടെ ഓടുന്നുണ്ടാവോ ആവോ? നമ്മൾ ഈ കൂട്ടയോട്ടത്തിന് ഇരുന്ന് കഴിയുമ്പം എല്ലാവർക്കും ഒരുപോലെ കാല് മുട്ടിന് വേദനയൊക്കെ ഉള്ളവരുണ്ടാവും, പ്രായമായവരുണ്ടാവും, ചെറുപ്പക്കാരുണ്ടാവും. പ്രായം എന്ന് പറഞ്ഞാൽ ഈ വാസന കൂടി 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 പ്രായം വന്നാൽ പിന്നെ നീങ്ങാൻ പറ്റില്ല. ഓ, വാസനയുടെ അല്ല, നിങ്ങളോർത്ത് വയസ്സിന്റെ പ്രായം. അത് ഈ ഓട്ടത്തിന് പ്രശ്നമേ അല്ല. മനസ്സിലായില്ലേ? ഈ വയസ്സിനും ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും ആണും പെണ്ണും എല്ലാം ഒന്നിച്ചിരിക്കുന്ന ഒരു കൂട്ടയോട്ടമാണ് ഇപ്പം നമ്മൾ ഈ പഠിപ്പിക്കലിലൂടെയൊക്കെ നടത്തുന്നത്. ഈ കൂട്ടയോട്ടത്തിൽ ചിലരങ്ങ് മുമ്പിലായിരിക്കും, ചിലരങ്ങ് പുറകിലായിരിക്കും കിടക്കും. ഈ എവിടുന്നൊക്കെ ആളുകളെയും കൂട്ടി ചിലപ്പം ബദരിക്കും കേദാർനാഥിനും ഒക്കെ പോകും. അപ്പം ഈ കാശ് ഉള്ളവനെയൊക്കെ കൊണ്ടുപോകണമല്ലോ എന്ന് വിചാരിച്ചുള്ള വയസ്സായതിനെയും വയസ്സായവളെയും ഒക്കെ വലിച്ചു കയറ്റും. അവസാനം ഇത് നടക്കുകയില്ല, നീങ്ങുകയും വലിയ പാടാണ്. പിന്നെ അവസാനം കൊണ്ടുപോകുന്നവൻ കൂടെ വന്നില്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ പുലപ്പ്യം പറയും. അവസാനം ഇതിനൊരു അഡ്ജസ്റ്റ്മെന്റ്. ഗംഗോത്രിയിലും മറ്റും എത്തുമ്പോൾ അവിടെ ഒരു നല്ല AC റൂമൊക്കെ എടുത്ത് അവിടെ ഇരുത്തിയിട്ട് ബാക്കിയുള്ളവർ നടക്കാവുന്ന തീരുമാനിക്കും. ബാക്കിയുള്ളവർ നടന്നിട്ട് വരുമ്പോഴേക്ക് അവരവിടെ കണ്ട കാഴ്ചകളെ പറ്റിയൊക്കെ കണ്ടതിൽ കൂടുതൽ പറയും ഇരിക്കുന്നവരോട്, ഇവർ കാണാത്തതുകൊണ്ട്. അപ്പൊ ഇവർക്കുണ്ടാകുന്ന ദുഃഖം തിരിച്ചു വരുമ്പോൾ ഇവനെപ്പറ്റി ഒരുപാട് ചീത്ത പറയാനിടയാണ്. കേട്ടിട്ടില്ല? അപ്പൊ ഇതുപോലെ കൂട്ടയോട്ടത്തിനൊക്കെ ഈ കുഴപ്പമുണ്ട്. ചിലത് വഴിയിൽ വീണുപോകും, ചിലത് ഓടും, ചിലത് മുമ്പിൽ കയറി പോകും. വാസന ക്ഷയിച്ചാൽ പിന്നെ ഈ ക്ലാസ്സിനൊന്നും ഇരിക്കുകയില്ല. സാമിയരെ സലാം, അവനിവിടുന്ന് ഒരൊറ്റ വിടിയിലുള്ളൂ. അവൻ പിന്നെ ഇത് കാസറ്റിലാക്കണോ പുസ്തകമാക്കണോ ഇത് 4 പേർക്ക് കൊടുക്കണോ ഒന്നും ചിന്തിക്കില്ല. ഈ അറ്റയുണ്ട്. അതുകൊണ്ട് ഇതൊരു കൂട്ടയോട്ടത്തിൽ ഇങ്ങനെ എല്ലാം കൂടെ കൂടിയ സാധനമായത്. അതുകൊണ്ടാണ് ഇടയ്ക്ക് ചോദിക്കുന്നത്, ഓട്ടത്തിൽ ഒപ്പം എത്തുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. കടന്നുപോയാൽ പ്രശ്നമില്ല, ഇത് വല്ലാത്ത സന്തോഷമാണ്. ഒപ്പം എത്തുന്നില്ലെങ്കിൽ കുറെ പേര് വഴി കിടക്കുമല്ലോ. അത് തീർച്ചയായും അടുത്ത ജന്മത്തിലെ, ഈ ജന്മത്തിലെ പുരുഷാർത്ഥത്തിന്റെ ബാക്കി പത്രം മാത്രമാണ് അടുത്ത ജന്മത്തിന്റെ പ്രാരബ്ധം. ഇതിന് മുമ്പത്തെ ഉണ്ടാവും, മുമ്പത്തെ കുറെ കണക്ക് കൊടുക്കാതെ കിടപ്പുണ്ടാവും. നമ്മൾ ബിസിനസ് തുടങ്ങിയ കാലത്ത് കടം മേടിച്ചത് അവിടെ ഇട്ടിരിക്കുകയാണ്. മനസ്സിലായില്ല? ഇടയ്ക്ക് പലതും കൊടുത്തിട്ടുണ്ട്, ഇത് അവിടെ കിടപ്പുണ്ട്. അപ്പൊ അത് മുതൽ ഇങ്ങോട്ട് എടുക്കും. സഞ്ചയിച്ച് അത് പ്രാരബ്ധമായിട്ട് കിടക്കും. ഇതിൽ നിന്ന് പൊട്ടിയുണ്ടാകുന്നത് അതാണ് പുരുഷാർത്ഥ രൂപേണ വരുന്നത്. ഈ പ്രാരബ്ധത്തിന് ഓടുമ്പോഴാണ് ഇടയ്ക്ക് ഇതിൽ നിന്ന് പൊട്ടി 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 വരുന്നത്. ഇത് നോക്കിയിരിക്കാമെങ്കിൽ വളരെ രസമാണ്. ഇപ്പൊ ഇതിനൊന്നും നേരമില്ല.
ഈ പുരുഷാർത്ഥത്തിന്റെ തിരത്തള്ളലിൽ മനുഷ്യൻ സമയമില്ലാതെ ഓടുകയാണ്. അതുകൊണ്ട് പ്രാരബ്ധത്തിൽ നിന്നും തിരിഞ്ഞു നോക്കാൻ അവന് നേരം തന്നെ ഇല്ല. ഇവൻ വല്ലാത്തൊരു ഓട്ടത്തിലാണ്. അത് അവശ്യം ഭവിയാണ്, നിങ്ങളെ പിടിച്ചിരിക്കും. അത് നിങ്ങൾ തിരിഞ്ഞു നോക്കിയാലും ഇല്ലെങ്കിലും അവൻ പിടിച്ചിരിക്കും. നിങ്ങളുടെ കർമ്മത്തിലെല്ലാം അവൻ കയറി വിലസും. അവൻ നിങ്ങളുടെ അനുമതി ചോദിക്കാൻ നിൽക്കുന്നില്ല. അത് മാത്രം അനുഭവിച്ചൊരു ജീവൻ പോകുന്നുവെങ്കിൽ അവൻ ആനന്ദത്തിലാണ്. കാരണം അവൻ സ്വയം നിർമ്മിതങ്ങളായ സങ്കല്പങ്ങളൊന്നും വെച്ച് പുലർത്തുന്നില്ല. അവൻ എത്രത്തോളം വികസിക്കുവാനും എത്രത്തോളം ചുരുങ്ങുവാനും പറ്റുന്ന വിധത്തിൽ അവൻ അവൻ്റെ ശരീര മനസ്സുകളെയെല്ലാം ഒരുമാതിരി പരിശീലിപ്പിച്ചിരിക്കുക. ഭക്തിയുടെ തലത്തിൽ പ്രാരബ്ധം നടന്നോട്ടെ എന്നെടുത്താൽ ആ പദം ശരിയാണ്, പറയുന്നത് അങ്ങനെയാണ്. പക്ഷെ പറഞ്ഞു കഴിഞ്ഞിട്ട് പെരുമാറുന്നത് അങ്ങനെയല്ല. അതാണ് പറച്ചിലുണ്ട്. അത് പിന്നെ നിവർത്തികേടിലുള്ള പറച്ചില്ല. ഇതാ ഗോപാലകൃഷ്ണ, നീ അങ്ങനെ ചെയ്യരുത്, ചെയ്താൽ തള്ളേ നിങ്ങൾ എന്ത് ചെയ്യും? എടാ, നീ ചെയ്താൽ നിന്റെ കാലിന്റെ മുട്ടി ഞാൻ തല്ലി ഒടിക്കും. അവസാനം വഴക്കൊക്കെയായി അവൻ ചെയ്തു തീരുമ്പോൾ അവന്റെ മുട്ട് തല്ലി ഒടിക്കാൻ കിട്ടേണ്ടതിന് പകരം ഇത് കണ്ടുകൊണ്ടിരുന്ന ഒരു അടുത്തുള്ള ഒരാളാ വന്നെ. അപ്പൊ അയാളോട് പറയുന്ന പദമാണ് ഈശ്വരേച്ഛ. സഹിക്കാതിരിക്കാൻ പറ്റുമോ? ഇപ്പൊ മനസ്സിലായി? അല്ല, അത് ഇങ്ങനെയാണ് അത് പറയുന്നത്. ജനങ്ങളെല്ലാം പറയുന്ന മിക്കവാറും അങ്ങനെയാണ്. ഈ ചിലർ വളരെ കൂടിയ പാർട്ടികളുണ്ട്. അവരിന്ന് ഈ സ്വാമിമാരെയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഉപദേശമൊക്കെ ചോദിക്കും. ഭർത്താവ് വെള്ളം അടിക്കുന്നവൻ, മക്കൾ ശരിയല്ല. അപ്പോൾ സ്വാമി 1.5 മണിക്കൂർ ഉപദേശിക്കും ഇതിനുള്ള പരിഹാരമൊക്കെ. ഇതെല്ലാം കഴിയുമ്പോൾ സ്വാമിയെ തിരിച്ചൊരു ഉപദേശിക്കും. ഇതെല്ലാം ഈശ്വരേച്ഛയാണ് അല്ലേ സ്വാമി? ഇതാദ്യം പറഞ്ഞിരുന്നെങ്കിൽ സ്വാമി വലിയ കാര്യമായിട്ട് ഇരുത്തി ചായയൊക്കെ കൊടുത്ത് ഉപദേശമൊക്കെ കഴിഞ്ഞ് അവസാനം, പക്ഷെ സ്വാമിക്കും മനസ്സിലാവില്ല എന്നാലും. പക്ഷെ കാരണം അടുത്തയാളിനെ വീണ്ടും ഇരുത്ത് ഉപദേശിക്കാൻ. ഈ ലോകം അതീവ വിചിത്രമാണ്. ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. അതെ, ഞാനും അതുകൊണ്ടാണ്. അപ്പോ എന്താടാ ഒരു വല്ലാത്ത ഇത് ഞാൻ പുറമേ പറഞ്ഞത് നിന്റെ അടിയിലെങ്ങാണ്ട് ഉടക്കിയ പോലെ. ഈ ചിലര് മുള്ളുകൊണ്ടിട്ട് വ്യാമിശ്രേണേവ വാക്യേന, വ്യാമിശ്രേണ ഇവ വാക്യേന. ഇപ്പൊ കൂട്ടിക്കുഴച്ചതുപോലെയുള്ള വാക്യം കൊണ്ട് മേ ബുദ്ധി, എന്റെ ബുദ്ധിയെ മോഹയസീവ, ബുദ്ധിയെ മോഹിപ്പിക്കുന്നത് വാക്യങ്ങളാണെന്നും അത് ഇതം വൃത്തിവിശിഷ്ടങ്ങളാണെന്നും തദാകാരമായ ബ്രഹ്മം ഏകമാണ് ബുദ്ധിയെ മോഹിപ്പിക്കാതിരിക്കുന്നതെന്നും അതാണ് ശ്രേയസിന്റെ വഴിയെന്നും അതുമാത്രമേ എനിക്ക് വേണ്ടൂ എന്നും എനിക്ക് തദാകാരമായ ബ്രഹ്മത്തെ അനുഭവിച്ചാൽ മതിയെന്നും പറയുന്നൊരർജുനനിലേക്കുള്ള വളർച്ച, അതിന്റെ പിന്നിലെ ഒരു വ്യാസ സാന്നിധ്യമുണ്ടോ എന്നൊരു ശങ്ക. ഈ ബാലകഥകള് മുതിർന്നവർ പലപ്പോഴും അതിൽ ബാലൻ ഉണ്ടാവില്ല. അതുകൊണ്ട് മുതിർന്നവരായിപ്പോഴും ബാലരമയും ബാലമംഗളവും പൂമ്പാറ്റയൊക്കെ വായിക്കുന്ന പല വീട്ടിലും ചെന്നാൽ ഇത് അച്ഛൻ മേടിച്ചുകൊണ്ടിരുന്ന പിള്ളേർക്ക് വായിക്കാനല്ല. ഈ ട്രെയിനെ കയറിയ കാണാം മുതിർന്ന പെണ്ണുങ്ങളായി സഞ്ചിക്കാത്തുന്നെടുത്ത് ഇത് വായിച്ചുകൊണ്ട് നിൽക്കുന്നു. അതിന്റെ കാരണം ഇത് എഴുതിയിരിക്കുന്നവർ
പലപ്പോഴും ബാലസാഹിത്യകാരന്മാർ, അടുത്ത കാലത്തൊരു ബാലസാഹിത്യകാരന് അവാർഡ് കൊടുക്കുമ്പോൾ 60 വയസ്സുണ്ട്. ബാലസാഹിത്യത്തിനുള്ള അവാർഡ് 60 വയസ്സിലാണ് മേടിക്കുന്നത്. ഈ 60 വയസ്സിന്റെ ബുദ്ധിയിൽ ബാലനെ സങ്കല്പിച്ചായിരുന്നു. മനസ്സിലായില്ല? അപ്പൊ ചിലപ്പോഴെങ്കിലും ആ സങ്കല്പം പുറത്തിയാകും. ജ്ഞാനത്തിന്റെ പൂർണ്ണശോഭയിലിരുന്നു കൊണ്ട് കൃഷ്ണാർജുന സംവാദത്തെ ഒരു ചരിത്ര പശ്ചാത്തലം പോലെ എഴുതിപ്പിടിപ്പിക്കുന്ന വ്യാസവൈഖരികളിൽ ഇവിടെ അർജുന സങ്കല്പത്തിലേക്ക് കടന്നുപോയ വ്യാസൻ അറിയാതെ തലനീട്ടിയതോ അറിഞ്ഞ് ഗീതാർത്ഥത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാതാക്കന്മാരായ എന്നെപ്പോലുള്ളവരെ മുൻകൂട്ടി കണ്ട് ഇത് കർമ്മത്തിനല്ലെന്നും ഇത് ഏകമായ ബ്രഹ്മത്തിലേക്കുള്ള അന്വേഷണമാണ് അർജുനൻ ചോദിക്കുന്നതെന്നും നാളെയുടെ ചരിത്രത്തിൽ തെറ്റായി വ്യാഖ്യാനിക്കാതിരിക്കാൻ മനഃപൂർവം തലനീട്ടി അർജുനനെ കൊണ്ട് ചോദിപ്പിച്ചതോ എന്ന് തോന്നുമാറ് ഒരു പ്രയോഗചാതുര്യമുണ്ട്. പിടികിട്ടിയോന്നറിയില്ല. വ്യാഖ്യാതാക്കന്മാർ മറന്നുപോകുന്നത് അവിടെയാണ്. അർജുനന്റെ പിന്നില് പ്രോംപ്റ്ററായിരിക്കുന്ന ഒരു വ്യാസൻ, മനസ്സിലായില്ല, ചിലപ്പോ നായകന്റെ ശബ്ദം വരുന്നതിന് മുമ്പേ 4 വശത്തുനിന്നും ശബ്ദം പിടിക്കുന്ന 4 സൈഡ് മൈക്കിലൂടെ ആവുമ്പോൾ പ്രോംപ്റ്ററുടെ ശബ്ദം ആദ്യം കയറി വന്നാലത്തെ പോലെ. മനസ്സിലായില്ല? ആദ്യകാല നാടകങ്ങളിലൊക്കെ ഈ കുഴപ്പമുണ്ട്. പുറകിലെ കർട്ടന്റെ പുറകിലിരുന്ന് ഇവൻ പറയുമ്പോൾ മറ്റവൻ ഇടയ്ക്ക് ഈ വാക്ക് കിട്ടാതെ വിഷമിക്കുകയാണ്. കാരണം കാണാതെ പഠിച്ചിട്ടില്ല വേണ്ട പോലെ. അപ്പൊ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതാണ് പറയണ്ടേ. അപ്പൊ ഇതിങ്ങോട്ട് കിട്ടുന്നില്ല. പക്ഷെ ഈ മൈക്ക് പിടിച്ച് ജനത്തിന് കൊടുക്കും. ഇവൻ നടന്നുപോയി അവിടെ നിൽക്കുമ്പോൾ അവിടോട്ട് എന്നാ പറയണ്ടേ. പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൈക്കാ പിടിച്ചത്, അവൻ പിടിച്ചില്ല. അപ്പൊ പ്രോംപ്റ്ററുടെ ശബ്ദം ആദ്യം കേൾക്കും എന്ന് പറയുന്ന പോലെ വ്യാസന്റെ ഒരു ശബ്ദം വേണ്ടിയിട്ടോ അറിയാതെയോ അറിയാതെയാവാൻ വഴിയില്ല. കാരണം ഇത് വ്യാസനാണ്. ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ അതുകൊണ്ട് അതിനകത്ത് ആ ഒരു പ്രയോഗം ഗംഭീരമാണ്. അതും കാണാതെ പോകരുത്, വളരെ പ്രാധാന്യമുള്ള. അപ്പോ എനിക്ക് ഏതൊന്ന് ശ്രേയസിനെ തരുമോ അത് മാത്രം എന്ന് അർജുനപക്ഷത്തിലും, ശ്രേയസിന് കാരണമായ ഏകമായ ബ്രഹ്മം അതിനെ ഉപദേശിച്ചു എന്ന് അർജുനൻ ആവശ്യപ്പെടുക. ഈ 2 ചോദ്യങ്ങളാണ് ഗീതാ വാർത്തികത്തിന്റെ പശ്ചാത്ഭൂമിയിൽ വരുന്നത്. ഇനി ഭഗവാന്റെ വാർത്തികമാണ്. താൻ പഠിപ്പിച്ച പദങ്ങളുടെ വൃത്തി നിർണയിച്ച് അതിൻ്റെ വാർത്തികമാണ് ഭഗവാൻ പറയാൻ പോകുന്നത്. താൻ നേരത്തെ പറഞ്ഞ പദങ്ങൾ ഓരോന്നും ഏതർത്ഥത്തിലാണ്, ആ പദാവലികളുടെ വൃത്തികൾ ഓരോന്നും വ്യാഖ്യാനിച്ച് ഗീതയെ അർജുനന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നോക്കാം. ശ്രീ ഭഗവാനുവാച ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠാ പുരാ പ്രോക്ത മയാ നഖ ജ്ഞാനയോഗേന സാംഖ്യാനാം കർമ്മയോഗേന യോഗിനാം ന കർമ്മണാമനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷോഷ്ണുതേ ന ച സന്യാസനാദേവ
സിദ്ധിം സമധിഗച്ഛതി. ഭഗവാൻ ആദ്യം തന്നെ പറയാൻ പോകുന്നത് അത് നോക്കിയിട്ട് നമുക്ക് അന്വയ അർത്ഥമൊക്കെ കാണാം. കർമ്മണാം അനാരംഭാത് നൈഷ്കർമ്മ്യം ന അശ്നുതേ. പുരുഷഃ കർമ്മണാം അനാരംഭാത്, കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നത് കൊണ്ട് ഒരുവൻ അകർമ്മണ്യനായി തീരുന്നില്ല. നൈഷ്കർമ്മ്യ സിദ്ധിക്ക് കർമ്മം ആരംഭിക്കാതിരുന്നതുകൊണ്ട് ആയില്ല. വളരെ സ്പഷ്ടമായിട്ടാണ്. ഒരാൾ കർമ്മം ആരംഭിച്ചിട്ടില്ല എന്നോർത്ത് അയാൾ നൈഷ്കർമ്മ്യ സിദ്ധിയെ പ്രാപിക്കുന്നില്ല. പക്ഷെ കാഴ്ചക്കാരുടെയൊക്കെ ദൃഷ്ടിയിൽ അയാൾ നൈഷ്കർമ്മ്യ സിദ്ധിയിലാണ്. അപ്പൊ ഒരുവൻ കർമ്മം ആരംഭിച്ചിട്ടില്ല, ആളുകളൊക്കെ പറയുന്നു അയാൾ നൈഷ്കർമ്മ്യ സിദ്ധിയിലാണെന്ന്. അല്ലെന്ന് ഭഗവാൻ. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ട്, സന്യാസം കൊണ്ട്, സന്യസനാത്, സമ്യക്കായി നസിച്ചതുകൊണ്ട് ഒരാൾ സിദ്ധനുമാകുന്നില്ല. ജ്ഞാനം സന്യാസലക്ഷണമെന്നാണ് പ്രാചീന മതം. ത്യാഗം സന്യാസലക്ഷണമെന്നാണ് ആധുനിക മതം. ആധുനിക മതം അന്ന് രൂപാന്തരപ്പെട്ടിരുന്നു എന്ന് കൃത്യമായി പറയാനാവില്ല. ആധുനിക മതത്തിനു നേരെ നോക്കി കൃഷ്ണൻ പറയുന്നു എന്ന് പറയാൻ പറ്റുകയും ചെയ്യും. ഇന്ന് സന്യാസം എന്ന് പറഞ്ഞാൽ വീട് ത്യജിച്ചു, ബന്ധങ്ങൾ ത്യജിച്ചു, ത്യാഗം മാത്രം മതിയാവും. പദവും അതാണ്. സന്യാസം എന്ന പദത്തെ ഇംഗ്ലീഷിലാക്കുമ്പോൾ റിനൗൺസിയേഷൻ എന്നാണ് പറയുക. അല്ലേ അല്ലേ? അതിന് ത്യാഗമെന്നേ അർത്ഥമുള്ളൂ. വേണമെങ്കിൽ അല്പം കൂടെ ചേർക്കാമെന്നാണ് ഞങ്ങൾ പറയുക. റിനൗൺസിയേഷൻ ആൻഡ് സർവീസ്. രണ്ടാമത്തതുകൊണ്ട് ആദ്യത്തതിനെ നിഷേധിക്കുകയും ചെയ്യാം, സൗകര്യപൂർവം. സന്യാസത്തിന് ആധുനിക മതം ഇതാണ്. അത് നമുക്ക് വിശദീകരിക്കാം സ്പഷ്ടമായി. സന്യാസത്തിന്റെ ആധുനികതയെയും നൈഷ്കർമ്മ്യസിദ്ധിയുടെ സങ്കല്പനങ്ങളെയും ഒരുപോലെ ഗീത നിഷേധിക്കുകയാണ്. ഇതാണ് അവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം. രണ്ട്, താൻ നേരത്തെ പറഞ്ഞ സാഖ്യവും യോഗവുമായ ബുദ്ധി സ്വീകരിക്കാവുന്ന ഒരു പന്ഥാവ് മാത്രമല്ല, അത് രണ്ട് ജീവിതചര്യകളാണ്, നിരന്തരമായ ജീവന്റെ സ്ഥിതിയാണ് നിഷ്ഠ. നിഷ്ഠ, നിതരാം സ്ഥിതി. സ്ഥിതി, നിഷ്ഠ, നിതരാം സ്ഥിതി. നിരന്തരമായ ഇരിപ്പ്. ഒരുവൻ നിരന്തരമായി ഇരിക്കുന്നത് നോക്കിയാ തീരുമാനിക്കുന്നത്. ഒരു ദിവസം രാവിലെ വേറൊന്ന് നല്ലതാണെന്ന് തോന്നി ചാടുന്നത് താൽക്കാലിക, ചാട്ടം കഴിഞ്ഞ് തിരിച്ചു പോരും.
നിരന്തരം സ്ഥിതി ചെയ്യാൻ കഴിയണം. അതിനാണ് നിഷ്ഠ എന്ന് പറയുന്നത്. നമ്മളൊക്കെ ആത്മീയ താല്പര്യം വരുമ്പോൾ ഓടിച്ചെന്ന് ഒരു മന്ത്രദീക്ഷ വാങ്ങിച്ചു, 15 ദിവസം ആ ടച്ച് പിടിച്ച് ജപിച്ചു, 16ാം ദിവസവും ഇത് ജപിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, പറഞ്ഞ പോലുള്ള മെച്ചമൊന്നുമില്ല. കാരണം ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ മാറ്റമൊക്കെ വരേണ്ടതായിരുന്നു, രോമാഞ്ചം വന്നില്ല. അതുകൊണ്ട് അയാൾക്ക് വലിയ വിവരമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അയാളിൽ നിന്ന് മന്ത്രദീക്ഷ ഇനി വേറൊരുത്തനിൽ നിന്ന് നോക്കാം. അടുത്ത ആളിനോട് ചോദിച്ചു, അവിടുന്ന് ഒരെണ്ണം വാങ്ങിച്ചു, കുറേ നേരം ഇരുന്നു ജപിച്ചു. അങ്ങനെ 12 മന്ത്രദീക്ഷയൊക്കെ ഉള്ള ആളുകൾ. ചെയ്യാൻ പറഞ്ഞല്ല. ഞങ്ങള് സന്യാസം അഴിച്ചു വരെ കൊടുക്കുന്ന പാർട്ടിയാണ്. ഒരാളുടെ അടുത്തുനിന്ന് മേടിക്കാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാള് മെച്ചവും ഞാൻ മോശമായില്ലേ. അയാളിൽ നിന്ന് മേടിച്ചുകൊണ്ടിങ്ങനെ വരുമ്പോൾ അത് ശരിയല്ല, ഞാൻ ഒരെണ്ണം വേറെ തരാമെന്ന് പറയുമ്പോൾ ഞാൻ കുറച്ചുകൂടെ കേമനായില്ലേ. എന്താ ടീച്ചറെ ഒരു വിവരമില്ല. ടീച്ചറാന്ന് പറഞ്ഞ് നടക്കുക. കനകൻ ടീച്ചർക്ക് ലേശെങ്കിലും വെളിവ്. കാരണം എൻ്റെ അടുക്കിലേക്ക് ഒരുത്തം വരുമ്പോൾ അവൻ വേറൊരിടത്തുനിന്ന് മന്ത്രദീക്ഷ ഉണ്ടെങ്കിൽ നന്നായി, നല്ല ഗുരുവാണെന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചു കൊടുത്താൽ പിന്നെ ഞാൻ എന്തിനിരിക്കുക? അത് മേടിക്കാൻ പോകുന്നത് ഇങ്ങനെ ആളുകളെയൊക്കെ കാണുമ്പോൾ മേടിക്കണം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. പിന്നല്ലാതെ എന്തെങ്കിലുമൊക്കെ മേടിക്കുമ്പോഴല്ലേ ബന്ധം ഉണ്ടാകുന്നത്. ഒന്നും മേടിക്കാതെ എന്ത് ബന്ധം? അവിടെ ബന്ധവുമില്ല, കുന്തവുമില്ല. അപ്പൊ ബന്ധം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? എന്തെങ്കിലുമൊക്കെ മേടിക്കണം. അപ്പൊ അതൊക്കെ തട്ടിക്കൂടി ഒരു ഇങ്ങനെ ഒരു ദീക്ഷ ടീച്ചർ തന്നെ തടവി. അപ്പൊ പിന്നെ ഇനി ഞാൻ വിഷമിക്കണ്ട. അപ്പൊ അതുകൊണ്ട് ഇത് ലോകത്തിന്റെ ഒരു നിയമമാണ്. അപ്പൊ അതിന്റെ ഭാഗമായി വരുമ്പോൾ അത് നിഷ്ഠയല്ല, നിതരാം സ്ഥിതിയല്ല. കാരണം പണ്ടൊരുത്തൻ മന്ത്രദീക്ഷ വാങ്ങിച്ചു. അപ്പോ ഒരാചാര്യൻ പഠിപ്പിച്ചു കൊടുത്തു ദാസോഹം, കാര്യമായിട്ട് പഠിപ്പിച്ചു. അപ്പൊ മറ്റൊരാചാര്യൻ വീട്ടിൽ വന്നപ്പോൾ ഈ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഉപാസനാകാലങ്ങളിൽ പൂർണ്ണമായ നിഷ്ഠയിലായതുകൊണ്ട് അത് വെളിയിൽ പറയില്ല, ആ നിഷ്ഠയിൽ കൂടെ തന്നെ പോകും. ഇന്നങ്ങനെയല്ല, താൻ ചെയ്യുന്നതൊക്കെ മറ്റൊരാളോട് പറഞ്ഞ് അയാളുടെയും കൂടെ സർട്ടിഫിക്കറ്റ് മേടിക്കണം. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ള കോഴ്സായതല്ല. അപ്പോൾ വന്നു കഴിഞ്ഞപ്പം ചെന്നിട്ട് പറഞ്ഞു, ഇന്ന ആചാര്യൻ എനിക്ക് ദീക്ഷ തന്നു, ഞാനതിങ്ങനെ ഉപാസിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പം 108 ദിവസമായി, ഇനി അങ്ങോട്ട് ഉപാസിക്കണം എന്ന് വിചാരിക്കണം. എന്താണ് മന്ത്രം? അപ്പം ഗുരു പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, രഹസ്യമാണ് മന്ത്രം, പുറത്ത് പറയരുത്. എങ്കിലും അദ്ദേഹത്തെ പോലുള്ള ആളാണല്ലോ, അങ്ങും എനിക്ക് ഗുരുവാണ്, അദ്ദേഹം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെയാവുമ്പോൾ പറഞ്ഞു കൊടുക്കാമല്ലോ. അദ്ദേഹം തന്നെയായാൽ പിന്നെ രഹസ്യമില്ല. ഇവൻ കുറച്ചുകൂടെ മിടുക്കനാണ്. ഇവൻ പറഞ്ഞു, ഇടാ അതിനകത്തൊരു കുഴപ്പം. അപ്പൊ ആദ്യത്തെ ആൾ ഉപദേശിച്ച സോഹം, സഹ അഹം, അവൻ ഞാൻ തന്നെ. അപ്പൊ രണ്ടാമത്തെ ആള് ഉപദേശിച്ചു കൊടുത്തത് ഒരു ദാ കുറവുണ്ടെന്നത്. ഗുരുവിന് മന്ത്രം അറിയാമായിരിക്കും, പക്ഷെ അതിനകത്തൊരു ദാ കുറവുണ്ട്. കാരണം എന്താ? ഇവനോട് ഒന്ന് പറഞ്ഞു. അവർ തമ്മിലൊരു ബന്ധമുണ്ട്, ഗുരുക്കന്മാർ തമ്മിൽ. കാരണം അദ്ദേഹം ഉപദേശിച്ച സാധനം ഇദ്ദേഹത്തോട് പറഞ്ഞതൊരു അഹന്തയിലാണ്. അഹന്തയുള്ളവൻ സോഹമെന്ന് ഉപദേശിക്കരുത്, അഹന്ത പോയിട്ട് ജപിക്കണം. അതുകൊണ്ട് മറ്റേ അദ്ദേഹം പറഞ്ഞിട്ട് ഒരു അക്ഷരം കുറവുണ്ടാ മന്ത്രത്തിന്, ചേർത്തു, ദാ ചേർത്തോളാൻ പറഞ്ഞു. അപ്പൊ സോഹത്തിന്റെ കൂടെ ദാ ചേർത്തപ്പോ ദാസോഹമെന്നായി. പിന്നെ പിടിപ്പിച്ച് ജപിക്കുകയാണ്. ജപത്തിനിടയിൽ ഒരു ദിവസം മറ്റേ പഴയ ആദ്യം ഉപദേശിച്ച ഗുരു ഒരു ദിവസം വീട്ടിൽ കൂടെ വന്നു, അതിലൂടെ കടന്നുപോയി, കയറി വന്നു, ഇരുന്നു, അവൻ കൊണ്ടുപിടിച്ച് ജപിക്കുന്നുണ്ട്. അപ്പം ചോദിച്ചു, എങ്ങനെയാടാ പുരോഗതിയൊക്കെ ഉണ്ടോ? പുരോഗതിയുണ്ട്, പക്ഷേ എന്താടാ പക്ഷേ? അതേ, ഇവിടെ വന്നൊരു സ്വാമി പറഞ്ഞു, അങ്ങ് ഉപദേശിച്ച ഒരു അക്ഷരത്തിന്റെ കുറവുണ്ട്. ശരിയാണ്. അപ്പൊ അദ്ദേഹത്തോട് നീ മന്ത്രം പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, ഒരക്ഷരത്തിന്റെ കുറവുണ്ടായിരുന്നു. പക്ഷെ ഒരക്ഷരമല്ലടാ കുറവ്, 2 അക്ഷരത്തിന്റെ കുറവ്. കാരണം നിനക്ക് അന്ന് അത്രേ ആയിരുന്നുള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്തു,
ഒരക്ഷരവും കൂടെ ചേർത്തോളാൻ പറഞ്ഞു. കാരണം ഇവൻ വളരെ വിനയാന്വിതനായിട്ടാണ് ഇപ്പം പെരുമാറിയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു സായും കൂടെ ചേർത്തോളാം. സദാ സോഹം. ആദ്യം സോഹം, ദാസോഹം, സദാ സോഹം. മറ്റേ പാർട്ടി വീണ്ടും വന്നു. അദ്ദേഹം പറഞ്ഞു എടാ ഒരക്ഷരം കുറവുണ്ട്. ഇത്തവണ അങ്ങേര് പറ്റിച്ചു. ഒരു ദായും കൂടെ വേണം. ദാസദാസോഹം. മറ്റേ പാർട്ടി വന്നു. പഴയ ആദ്യം കൊടുത്ത ആൾ വന്നു. ഇപ്പൊ കറക്റ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി നീ അത് ജപിച്ചാ മതി എന്ന് പറഞ്ഞ പോലെ ചിലർക്ക് ഇത് ഒത്തു കിട്ടും, ചിലർക്ക് ഇതാകെ വികലമാവുകയും ചെയ്യും. അതുകൊണ്ട് ഈ ലോകത്തൂടെ പോകുമ്പോൾ, അറിവിന്റെ ലോകത്തൂടെ പോകുമ്പോൾ നിഷ്ഠ എന്ന് പറയുന്ന നിതരാം സ്ഥിതിയാണ്. ആ നിഷ്ഠ രണ്ടുണ്ട്. ഒന്ന്, ദൃശ്യത്തിൽ ഞാനിരിക്കുന്നു എന്ന നിഷ്ഠ. രണ്ട്, എന്നിൽ ദൃശ്യമിരിക്കുന്നു എന്ന നിഷ്ഠ. ഇത് രണ്ടും മാറില്ല. ആദ്യത്തെ ആളുകൾക്ക് രണ്ടാമത്തതും, രണ്ടാമത്തെ ആളുകൾക്ക് ആദ്യത്തതും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. എന്നിലാണ് ഈ വിശ്വമിരിക്കുന്നത് എന്ന് സദാ സർവത ഉറപ്പിച്ചവരുണ്ട്. ഈ വിശ്വത്തിലാണ് ഞാനിരിക്കുന്നതെന്നും എനിക്ക് ശേഷം വിശ്വമുണ്ടായിരിക്കുമെന്നും എനിക്ക് മുമ്പ് ഉണ്ടായിരുന്നുവെന്നും ഇപ്പോഴുണ്ടെന്നും ഞാൻ നശ്വരമാണെന്നും വിശ്വം നശ്വരമല്ലെന്നും തന്റെ ശ്രുതി യുക്തി അനുഭവങ്ങളെ കൊണ്ട് തീരുമാനിച്ചുറച്ചിരിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ രണ്ട് നിഷ്ഠകൾ ലോകത്ത്. രണ്ടാമത്തെ നിഷ്ഠയിൽ ലോകം എനിക്ക് മുമ്പുണ്ട്, എനിക്ക് ശേഷമുണ്ട്, ഞാൻ ലോകത്തിലാണ് ജീവിക്കുന്നത്, ലോകം ശരിയാക്കിയിട്ട് വേണം ഈ ലോകത്ത് നിന്ന് പോകാൻ, ഞാൻ ശരിയാക്കിയാലാണ് ലോകം ശരിയാകുന്നത്, ലോകത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊക്കെ നിഷ്ഠയുള്ളവൻ യുദ്ധങ്ങളും ഭരണങ്ങളും രാജനൈതികങ്ങളും കൊടുക്കവാങ്ങലുകളുമെല്ലാം ആ നിയമങ്ങളിൽ നിന്നുകൊണ്ട് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കും. അവന്റെ സ്ഥിതി നിരന്തരം ആ അഴിവില്ലാത്ത ആ നിയമമെന്ന് അവൻ വിശ്വസിക്കുന്നതിലാണ്. അതുകൊണ്ട് അവന് നിഷ്ഠ ലോകത്തിൽ ഞാനിരിക്കുന്നുവെന്നാണ്. മറ്റൊരുത്തനുണ്ട്, ഈ ലോകം എന്നിലിരിക്കുന്നു. സമയം അപ്പൊ നമുക്ക് നിഷ്ഠ എടുത്ത ക്ലാസ്സിലാണ് ഇന്ന് അവസാനിപ്പിക്കാം. ഓം തത്സത്തെന്ന വേദപ്പൊരുളനവരതം പ്രജ്വലിക്കുന്ന ദിവ്യ സ്വന്തശ്രീവുണ്ട് പാദാശ്രിത സുജനതതിക്കാത്മബോധം വളർത്തി ശാന്താത്മാവായി സദാ തസ്മൃതിയോട് വിലസും ദൈവമേ സദ്ഗുരു ചിന്മയാനന്ദ തൃപാദപത്മം തൊഴുന്ന ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ? പരമിതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ പരമശിവനതാമാചാര്യനെ കൈതൊഴുന്ന ഗംഗാസംഗീതമൗലിയിൽ പണിഗണം കൊണ്ടുള്ള മാല്യങ്ങളും തുങ്കശ്രീ ചിതറുന്ന തിങ്കളും അണിഞ്ഞിടുന്ന കാലാന്തകൻ അംഗം വാതി ഗിരീന്ദ്രകന്യക തനിക്കായിട്ടു നൽകിയിടുവോൻ ചെങ്ങന്നൂരമരുന്ന ശങ്കരൻ എനിക്കേറ്റം തുണച്ചീടണം. ഹരിഹി ഓം ഹരിഹി.